ഞാൻ ഈ അടുത്ത് കുറേ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. മാർക്ക് ലിസ്റ്റിൽ A+ കിട്ടിയ കുറേ കുട്ടികളുടെ പരിപാടികളായിരുന്നു. മാർക്ക് ലിസ്റ്റിൽ A+ കിട്ടിയ കുറേ കുട്ടികളുടെ പരിപാടികൾ. ആയുസിൻ്റെ പുസ്തകത്തിൽ ഫുൾ A+ വാങ്ങിയൊരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയിൽ ഞാൻ എൻ്റെ ആയുസ്സിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ശരിക്കുമല്ലേ, നമ്മൾ കുട്ടികളെ കണ്ട് പഠിച്ചാൽ മതി. നമ്മൾ കാര്യമായിട്ട് ഉപദേശിക്കാറുള്ള കുട്ടികളെയാണ്. സത്യത്തിൽ കുട്ടികളിൽ നിന്ന് പഠിക്കാനാണ് ഉള്ളത് മുഴുവനും. നമ്മുടെ മോന് ഒരു 10 വയസ്സുള്ള സമയത്ത് 2 വർഷം മുമ്പാണ് ഒരു അവനെ കൊണ്ട് സ്കൂളിലേക്ക് പോവാം. വണ്ടി ഓടിച്ചിട്ട്, അവൻ്റെ ബസ് പോയതുകൊണ്ട് വണ്ടി ഓടിച്ചിട്ട് പോവാം. ആ സമയത്ത് ചെറിയ റോട്ടിലൂടെ പോണേ, എതിരെ ഒരു ടിപ്പർ ലോറി വരുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ സൈഡ് കൊടുത്തു. ടിപ്പർ ലോറി നമുക്ക് സൈഡ് തന്നു. പക്ഷേ നമ്മൾ സൈഡ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ടിപ്പർ ലോറിയുടെ പിറകിൽ ഒരു ബൈക്ക് നല്ല വേഗതയിൽ വന്ന് നേരെ ഈ സൈഡിലേക്ക് കട്ട് ചെയ്ത് നമ്മുടെ വണ്ടിയുടെ മുൻഭാഗം മുഴുവനും തകർന്നുപോയി. ആ ബൈക്കിലൊരു അമ്മയും മോനുമാണ് ഉള്ളത്. 2 ആൾ റോട്ടിലേക്ക് വീഴുകയും ചെയ്തു. വണ്ടിയിൽ നിന്ന് ഇറങ്ങി എല്ലാവരും വന്നു, ഓടിക്കൂടി. ആ അമ്മ വീണിട്ട് തല പൊട്ടിയിട്ട് ചോരയൊക്കെ വരുന്നുണ്ട്. ആ ലോറിയുടെ ടയറിൻ്റെ തൊട്ടടുത്ത് പോയിട്ടാണ് അമ്മയുടെ തലഭാഗം കിടക്കുന്നത്. കണ്ട പേടിയോ. എന്തായാലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എൻ്റെ മനസ്സിൽ മുഴുവനും ഈ വണ്ടി കേടുവന്നതിനെ കുറിച്ചാണ്. നമ്മുടെ വണ്ടിയുടെ മുൻഭാഗം മുഴുവനും പോയി. കുറേ യാത്രകളുണ്ട്, അതൊക്കെ ഇനി വേറെ മാർഗം അന്വേഷിക്കേണ്ടി വരും. ഇതിൽ യാത്ര ചെയ്യാൻ കഴിയില്ല, വർക്ക്ഷോപ്പിൽ കൊടുക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഒരു കരച്ചിൽ കേൾക്കുന്നത്. അപ്പം പിറകിലെ സീറ്റിൽ ഇരിക്കുന്ന നമ്മുടെ മോനാണ് കരയുന്നത്. അപ്പം നോക്കുമ്പോൾ എൻ്റെ ചുണ്ട് പൊട്ടിയിട്ട് ചോരയൊക്കെ വരുന്നുണ്ട്. വണ്ടി ഇടിക്കുന്നതിനിടയിൽ എൻ്റെ മുഖം ഇവിടെ പോയിട്ട് ഇടിച്ചിട്ടുണ്ട്. അപ്പം നല്ല ചോര വരുന്നുണ്ട്. ഇവർ അതിങ്ങനെ തുടച്ചുകൊണ്ടൊക്കെ അറിയണേ. അപ്പം ഞാനവനോട് ചോദിച്ചു, ആശുപത്രിയിൽ പോകണോ മോനെ, മരുന്ന് തേക്കണോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ ഇവൻ വേണ്ട എന്നാണ് പറയണേ. അപ്പം ഞാൻ ചോദിച്ചു, പിന്നെന്തിനാ കരയണേ? അപ്പം അവൻ എന്നോട് പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്നോട് പറഞ്ഞു, അബ്ബാ, ആ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ? അവിടെ തല പൊട്ടിയിട്ട് ചോരയൊക്കെ വരുന്നുണ്ട്. വണ്ടിയുടെ മുൻഭാഗം കേടുവന്നതിൻ്റെ പേരിൽ മനസ്സ് വിഷമിക്കുന്ന ഞാനാണോ? ആരുമല്ലാത്തൊരമ്മയുടെ തലപൊട്ടി ചോര വരുന്നതിൻ്റെ പേരിൽ കരയുന്ന എൻ്റെ മോനാണോ വലിയ മനുഷ്യൻ? മോനല്ലേ വലിയ മനുഷ്യൻ അല്ലേ? തുർക്കിയിലൊരു വലിയ എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് അങ്കിൾ ഇദ്രീസ് എന്നാണ്. നമ്മുടെ കുഞ്ഞുണ്ണി മാഷെ പോലെ കുട്ടികൾക്ക് വേണ്ടി മാത്രം എഴുതുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അവസാനമായിട്ട് പുറത്തിറങ്ങിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ലവ് സ്റ്റോറി എ ഡിഫറെൻ്റ് കൈൻഡ് എന്നാണ്. കുറേ കഥകളാണ്, സ്നേഹത്തിൻ്റെ കഥകളാണ്. അതിലൊരു കഥ എന്താണെന്നറിയോ? ഇറാഖിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ബാഗ്ദാദിൽ ഒരു അഭയാർത്ഥി ക്യാമ്പുണ്ട്. ആ അഭയാർത്ഥി ക്യാമ്പിൽ, റെസ്ക്യൂ ഹോമിൽ ഒരു കുട്ടിക്ക് അടിയന്തരമായിട്ട് രക്തം വേണം. രക്തം കൊടുക്കാൻ വലിയ മുതിർന്ന ആളുകൾ ആരെയും കാണുന്നില്ല, അല്ലെങ്കിൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ തയ്യാറാകുന്നില്ല. അവസാനം തയ്യാറായി വരുന്നത് അധിക പ്രായമൊന്നുമായിട്ടില്ലാത്ത ഒരാൾ തന്നെ, ഒരു കുട്ടി തന്നെയാണ്. അവൻ രക്തം കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ രക്തം കൊടുക്കുന്നതിന് മുമ്പ് അവൻ്റെ ഉമ്മയെ ഒന്ന് കാണണം. അപ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട്, ഉമ്മ വേറെ ഏതോ ഒരു ക്യാമ്പിലാണുള്ളത്. അപ്പോൾ ഉമ്മയുടെ അടുത്തേക്കൊക്കെ എത്തുമ്പോഴേക്ക് സമയം ഒരുപാട് വൈകും, നമുക്ക് പെട്ടെന്ന് രക്തം കൊടുത്തൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവൻ സമ്മതിക്കുന്നില്ല. അവന് ഉമ്മയെ കണ്ടേ പറ്റൂ. ഉമ്മയെ കണ്ട് അവൻ രക്തം കൊടുക്കാം. അപ്പം അവനോട് കാര്യം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞെന്താണെന്നറിയോ? അവൻ പറഞ്ഞത്, ഞാൻ എൻ്റെ ചോര അവന് കൊടുത്തല്ലേ ഞാൻ മരിക്കൂലേ? മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ ഉമ്മയെ ഒന്ന് കാണണം. അത്രയേ ഉള്ളൂ. അവൻ വിചാരിച്ചത് ചോര കൊടുത്താൽ മരിക്കുന്ന അവനല്ലേ വലിയ മനുഷ്യൻ അല്ലേ? ഈ ലോകത്ത് മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മൾ ബാക്കിയാകണത് എങ്ങനെയാണെന്നറിയാം? നമ്മൾ ഉടുത്ത വസ്ത്രത്തിൻ്റെ പേരിലോ, നമ്മൾ വന്ന കാറിൻ്റെ പേരിലോ, നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആഡംബരങ്ങളുടെ പേരിലോ ഒന്നുമല്ല. നമ്മൾ കൊടുത്ത കാരുണ്യത്തിൻ്റെ പേരിലാണ് മനുഷ്യൻ്റെ മനസ്സിൽ നമ്മൾ ബാക്കിയാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൾ കൗൺസിലിംഗ് സൈക്കോളജിയാണ് പഠിക്കണം.
പഠിക്കുന്നത് ഇവിടെയാ, മറ്റേ പയ്യന്നൂരാണ് പഠിക്കുന്നത്. അപ്പോൾ പഠനം കഴിഞ്ഞു, അവൾ കോഴ്സൊക്കെ പൂർത്തിയാക്കി. അവൾ പറഞ്ഞൊരു സംഭവമുണ്ട്. അവളുടെ വീട് ഇവിടെ ബേപ്പൂരാ, കോഴിക്കോട്. കോഴിക്കോട് നിന്ന് ട്രെയിന് കയറി പയ്യന്നൂരെത്തണം. കാസർഗോഡിൻ്റെ തുടക്കത്തിലാണ് കോളേജ് കിടക്കുന്നത്. അവിടെ എത്തിയിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് രാത്രി ഒരു 10-11 മണിയെങ്കിലും ആവും. രാവിലെ 5 മണിക്കെങ്കിലും ഇറങ്ങുകയും വേണം. അവൾക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ പ്രയാസമുണ്ട്, കാരണം അവൾക്ക് 3 വയസ്സുള്ളൊരു മോളുണ്ട്. അതുകൊണ്ട് ഹോസ്റ്റലിൽ നിൽക്കാതെ എല്ലാ ദിവസവും പോയി വരിക. ഒരു ദിവസം ഏകദേശം സമയം മുഴുവനും ട്രെയിനിലോ ബസ്സിലോ ഒക്കെ ആയിരിക്കും. അതിനിടയിലാണ് ഒരു ദിവസം ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുന്നത് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചായിരുന്നു. ഒരു ദിവസത്തെ ടൈം എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, ഇതൊക്കെയാണല്ലോ പഠിപ്പിക്കുക. ഇത് കേട്ട് 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 ഇവൾക്ക് സങ്കടമായി. ഇവള് പറയാ, കാരണം ഇവൾക്ക് ഒന്നിനും സമയം തികയുന്നില്ല. ഇവളുടെ കുഞ്ഞിനെ കെയർ ചെയ്യാനോ ആ കുട്ടിയുടെ കഥകൾ കേട്ടിരിക്കാനോ ഒന്നിനും സമയമില്ല. അതുകൊണ്ട് ഈ ടൈമിനെ കുറിച്ച് പറഞ്ഞ് 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 ഇവൾക്ക് സങ്കടമായി. ഇവളെ കണ്ണൊക്കെ നിറഞ്ഞ്. അപ്പം തൊട്ടടുത്തിരിക്കുന്ന കുട്ടി പോലും ഇങ്ങനെ കാണാതിരിക്കാൻ വേണ്ടി ഇവൾ കണ്ണിങ്ങനെ പൊത്തി പിടിച്ചിരിക്കുക. അപ്പല്ലേ ഒരാൾ വന്നിട്ട് അവളെ ഇങ്ങനെ ചുറ്റിപ്പിടിച്ചു, എന്നിട്ട് പുറത്തിങ്ങനെ തലോടിക്കൊടുത്ത്. അതാരാന്നറിയാൻ വേണ്ടി അവളിങ്ങനെ മെല്ലെ സൂത്രത്തിൽ നോക്കുകയാണ് ഇങ്ങനെ താഴേക്ക്. അപ്പോൾ അതാരായിരുന്നു എന്നറിയാം? ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ടീച്ചറായിരുന്നു. ടീച്ചർക്ക് മനസ്സിലായി. ആ ടീച്ചറെ അവൾ മറക്കോ? ടീച്ചർ പഠിപ്പിച്ചു കൊടുത്തൊക്കെ ചിലപ്പോൾ മറക്കും. പക്ഷെ ആ ടീച്ചർ ആ മൊമെൻ്റ് മറക്കോ? മനുഷ്യന്മാരുടെ മനസ്സിൽ എന്താ ബാക്കിയാവുക എന്നറിയോ? കരുണ. അതുകൊണ്ട് കരുണയെ ആഘോഷിക്കണം. അതാണ് പോത്തുകല്ലുകാർ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ കരുണയെ ആഘോഷിക്കുകയാണ്. അതത്രയും അടിയന്തരമായി ആവശ്യമുള്ളൊരു കാലമാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലം. ഒരു മാഷിൻ്റെ സ്റ്റോറി വായിച്ചിട്ടുണ്ട്. കുറേ കാലം കഴിഞ്ഞിട്ട് മാഷ് ഒരു കുട്ടിയെ കണ്ടുമുട്ടുക. കുട്ടിക്ക് മാഷെ മനസ്സിലായി, പക്ഷെ മാഷക്ക് കുട്ടിയെ മനസ്സിലായില്ല. കുട്ടിയും നല്ല മുതിർന്ന ആളായിട്ടുണ്ട്, താടി മീശയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മാഷിക്ക് അവൻ എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവില്ല. അപ്പോൾ അവനിങ്ങനെ പറഞ്ഞു കൊടുത്തു, ക്ലാസ്, പേര്, ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. മാഷിക്ക് പിടുത്തം കിട്ടുന്നില്ല. മാഷോട് അവൻ പറഞ്ഞു, മാഷേ ഒരു സംഭവം പറഞ്ഞാൽ എന്നെ എന്തായാലും മനസ്സിലാവും. അതെന്താടാ? അതേ, നമ്മുടെ ക്ലാസ്സിലൊരു കുട്ടിയുടെ വാപ്പ, അച്ഛൻ ഗൾഫിലിരുന്നു. അവന് പുതിയൊരു വാച്ച് കൊണ്ടുവന്ന് കൊടുത്തിട്ട് അവൻ ആ വാച്ച് കെട്ടിയിട്ട് ക്ലാസ്സിൽ വന്ന്. ഉച്ചയായപ്പോഴേക്ക് വാച്ച് കാണാനില്ല, വാച്ച് മിസ്സിങ് ആയി. മാഷിക്ക് ഉറപ്പായി അത് ക്ലാസ് വിട്ട് പോയിട്ടില്ല എന്ന്. അതുകൊണ്ട് മാഷ് ഞങ്ങളോട് പറഞ്ഞു, എല്ലാവരോടും എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു, കണ്ണടക്കാൻ വേണ്ടി പറഞ്ഞു. കണ്ണടച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിന്നു. മാഷ് എല്ലാവരുടെ കീശയും വേഗം വന്നിട്ട് തപ്പി, എല്ലാവരും തപ്പി. ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടും എല്ലാവരിൽ നിന്നും തപ്പി. ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടി, എന്നിട്ടും മാഷ് വിട്ടില്ല. എല്ലാവരുടേതും ബാഗും തപ്പി, കീശയും തപ്പി ഒക്കെ കിട്ടി. മാഷ് ഒരാളുടെ കയ്യിൽ നിന്ന് അത് കിട്ടിയില്ലേ? ആ കിട്ടി, എനിക്കറിയാം, ഓർമ്മയുണ്ട് സംഭവം. ഞാനായിരുന്നു മാഷ്. എൻ്റെ ബാഗിൽ നിന്നാണത് കിട്ടിയത്. ആ, നീയാണല്ലേ. ഇപ്പം മാഷിക്ക് എന്നെ മനസ്സിലായോ? സംഭവം എനിക്ക് ഓർമ്മയുണ്ടടാ, പക്ഷെ എനിക്ക് നിന്റെ മുഖം ഓർമ്മയില്ല. എന്താ മാഷേ? എൻ്റെ ബാഗിൽ നിന്നല്ലേ കിട്ടിയ, അപ്പം എന്നെ മറക്കുമോ? മറക്കും. അതെന്തുണ്ടാ മാഷേ? എടാ, ഞാൻ നിങ്ങളോട് എല്ലാവരോടും കണ്ണടക്കാൻ പറഞ്ഞില്ലേ? ഞാനും കണ്ണടച്ചിരുന്നു. എനിക്കറിയണ്ട എൻ്റെ കുട്ടികളുടെ കൂട്ടത്തിൽ ആരാണ് കള്ളനെന്ന്. എനിക്കറിയണ്ട. എൻ്റെ കുട്ടികളുടെ കൂട്ടത്തിൽ ആരാണ് കള്ളൻ എന്ന് പറഞ്ഞ് എനിക്ക് അവനെ അപമാനിക്കുകയും വേണ്ട. ആ സംഭവവും മറന്നു, ആ ആളും മറന്നു, എല്ലാം മറന്നു. എനിക്ക് നിന്റെ മുഖം പോലും ഓർമ്മയില്ല എന്ന് പറയുന്ന കരുണയുടെ മാമരമായി ഒരു മാഷ് മാറുന്നതിൻ്റെ കാഴ്ചയാണത്. ഇതാണ് മാഷ് അല്ലേ? കുറേ കാലം കഴിഞ്ഞാൽ റോബോട്ട് വരും. ഇനി മാഷന്മാർ ആവശ്യമൊന്നും ഉണ്ടാവില്ല. റോബോട്ട് വന്ന് പഠിപ്പിക്കും. റോബോട്ട് വന്നാലും നിലനിൽക്കുന്ന ചില മാഷന്മാരും ടീച്ചർമാരും ഉണ്ട്. അതാരാന്നറിയോ നിങ്ങൾ? മുന്നിലിരിക്കുന്ന ഓരോ കുഞ്ഞിനും ഓരോ ജീവിതമാണ് എന്നും, മുന്നിലിരിക്കുന്ന ഓരോ കുഞ്ഞിനും ഓരോ ജീവിതാന്തരീക്ഷമാണ് എന്നും തിരിച്ചറിയാൻ കഴിയുന്ന മാഷന്മാരും ടീച്ചർമാരും ബാക്കിയാവുകയും പുസ്തകത്തിൽ മലർന്നു കിടക്കുന്ന അക്ഷരങ്ങളെക്കുറിച്ച് മാത്രം അറിയുന്ന മാഷന്മാരും ടീച്ചർമാരും
കാലയവനികക്കുള്ളിൽ മറഞ്ഞു പോവുകയും ചെയ്യുന്ന കാലം വരാനുണ്ട്. റോബോട്ടിനെ തിരിച്ചറിയാൻ പറ്റാത്ത ചിലതുണ്ട്. എൻ്റെ മുന്നിലിരിക്കുന്ന 30 കുട്ടികൾക്കും 30 ജീവിതമാണ് എന്നും 30 വേഗതയാണ് എന്നും റോബോട്ടിനറിയില്ല അല്ലേ? ചിലർ ഫുൾ A+ കിട്ടിയിട്ട് ലക്ഷ്യത്തിലേക്ക് എത്തും, ചിലർ ഒരു A+ കിട്ടാതെ ലക്ഷ്യത്തിലേക്ക് എത്തും. ഓരോ മനുഷ്യനും ഓരോ വേഗതയാ. എല്ലാ ദിവസവും നമ്മുടെ പരീക്ഷ എഴുത്ത് നന്നാവുക? എല്ലാ ദിവസവും എൻ്റെ പ്രസംഗം നന്നാവില്ലല്ലോ, എനിക്കറിയാം. ചില ദിവസം ഒന്നിനും കൊള്ളൂല. കാരണം അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ എൻ്റെ മനസ്സിലുണ്ടാവും അല്ലേ? 2 മണിക്കൂർ നേരം പരീക്ഷ എഴുതുന്ന ഒരു കുട്ടിക്ക് എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും? ഒരു പെൺകുട്ടിയാണെങ്കിൽ അവളുടെ ഉള്ളിലെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഒരുപക്ഷെ അവളുടെ പരീക്ഷയെ ബാധിച്ചു എന്ന് വരാം. ഒരു ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, മനസ്സ്, കുടുംബം, അച്ഛൻ, അമ്മ, ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം പ്രശ്നങ്ങൾ ഓരോ മനുഷ്യനുണ്ട്. ഓരോ മനുഷ്യനും ഓരോ സ്ട്രെസ്സാണ് അല്ലേ? ആ സ്ട്രെസ് നമ്മളെ എഴുത്തിനെയും ബാധിക്കൂലേ? ഓരോ ആൾക്കും ഓരോ വേഗതയാണ്. ഓരോ ആളും ഓരോ തരത്തിൽ വേഗതയിലാണ് തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. ഇറാഖിലൊരു ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ വന്നിട്ട് ചോദിച്ചു, ബാഗ്ദാദിലേക്ക് എത്ര ദിവസം നടന്നാലാണ് എത്തുക? എനിക്ക് ബാഗ്ദാദ് പോകണം, എത്ര ദിവസം നടന്നാലാണ് ഞാൻ ബാഗ്ദാദിൽ എത്തുക എന്ന് ചോദിച്ചു. ഇയാൾ മറുപടി ഒന്നും പറഞ്ഞില്ല. ഇയാൾ പറഞ്ഞു, എൻ്റെ കൂടെ വരൂ. ഇയാൾ കൂടെ നടന്ന് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, 12 ദിവസം കൊണ്ട് നിങ്ങൾ ബാഗ്ദാദിലെത്തും. അപ്പോൾ ഇയാൾ ചോദിച്ചു, അതെന്താ നേരത്തെ പറയുന്നത്? നേരത്തെ പറഞ്ഞാൽ പോരായിരുന്നാ? ഇയാൾ പറഞ്ഞു, എടാ, അപ്പോൾ എനിക്ക് നിങ്ങളുടെ വേഗത അറിയില്ലല്ലോ. ഓരോ മനുഷ്യനും ലക്ഷ്യത്തിലേക്കെത്താൻ ഓരോ വേഗതയാണ്. ഇതൊരു അധ്യാപകന്, ഒരു അധ്യാപികക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് അവരുടെ ഉള്ളിലെ കരുണയാണ്. കരുണ ഉള്ളവരെ നമ്മളെ മനസ്സിൽ ബാക്കിയേ ഉള്ളൂ, അല്ലാത്തവരാർക്കെങ്കിലും വേണം. എടാ, നിങ്ങൾ കാണേണ്ട ഒരു സിനിമയുണ്ട് കേട്ടോ, തുർക്കിയിൽ നിന്നുള്ളൊരു സിനിമയാണ്. സിനിമയുടെ പേര് മുഇസ്സ എന്നാണ്. മുഇസ്സ അത് അറബി വാക്കാണ്. മുഅ്ജിസ എന്നുള്ള അറബി വാക്കാ. അതിൻ്റെ ഇംഗ്ലീഷിൽ ദ മിറക്കിൾ എന്നാണ്. മിറക്കിൾ ഭയങ്കര രസമുള്ളൊരു സിനിമയാണ്. അതിൽ നിങ്ങൾ ഖസാക്കിൻ്റെ ഇതിഹാസം വായിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? OV വിജയൻ്റെ വായിച്ച ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ടോ? വായിക്കണുണ്ടോ? മരിക്കുന്നതിന് മുമ്പ് വായിക്കേണ്ട പുസ്തകമാണത്. അത്രയും മനോഹരമാണ്. മലയാള സാഹിത്യത്തെ 2ആയിട്ട് തിരിച്ച പുസ്തകമാണ്. ഖസാക്കിൻ്റെ മുമ്പും ഖസാക്കിൻ്റെ ശേഷവും, അങ്ങനത്തെ ഒരു പുസ്തകമാണ്. അപ്പോൾ ആ പുസ്തകത്തിലൊരു ഏകാധ്യാപക വിദ്യാലയത്തിൻ്റെ സ്റ്റോറിയാണ്. ഒരു മാഷുള്ള ഒരു സ്കൂള്, അതേപോലെ ഒരു മാഷുള്ള സ്കൂള് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു മാഷ് ഒരു മലമ്പ്രദേശത്തേക്ക് വരുന്നതിൻ്റെ സ്റ്റോറിയാണ്. ആ മലമ്പ്രദേശത്തെ കുട്ടികളെ പഠിപ്പിക്കേണ്ട ജോലിയാണ് ശരിക്കും ഇയാൾക്കുള്ളത്. പക്ഷെ അയാൾ എന്താ ചെയ്തതെന്നറിയോ? അവിടെ ഒരു ബുദ്ധി വളർച്ചയില്ലാത്ത ഒരാളുണ്ട്. പ്രായം കുറേ ആയിട്ടുണ്ട്, പക്ഷെ ബുദ്ധിക്ക് വളർച്ചയില്ല. അലി എന്നാണ് പേരെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇയാളെന്താ ചെയ്യാന്നറിയോ? എല്ലാ രാത്രിയും അലിയെ പഠിപ്പിക്കും. അലിയെ പഠിപ്പിക്കേണ്ട യാതൊരു ചുമതലയും ഇയാൾക്കില്ല. അലിയെ പേരെഴുതാൻ പഠിപ്പിക്കുന്നു, ചിത്രം വരയ്ക്കാൻ പഠിപ്പിക്കുന്നു, അച്ഛൻ്റെ അമ്മയുടെ പേരെഴുതാൻ പഠിപ്പിക്കുന്നു, വീടിൻ്റെ ചിത്രം വരയ്ക്കാൻ പഠിപ്പിക്കുന്നു. ഇങ്ങനെ പാതിരാവിലിരുന്ന് അലിയുടെ കൈ പിടിച്ച് അക്ഷരങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ അധ്യാപകനെ ചൂണ്ടിയിട്ട് അലിയുടെ അച്ഛൻ സുഹൃത്തിനോട് പറയുന്ന ഒരു വാക്കുണ്ട്. ആതിര എന്ന മോളുടെ നേരെ ഇങ്ങനെ ചൂണ്ടിയിട്ട് പറയാവുന്ന വാക്കാണത് എന്നെനിക്ക് തോന്നുന്നു. നമ്മുടെ കൂടെയുള്ള ഓരോ കുഞ്ഞിൻ്റെയും നേരെ ചൂണ്ടിയിട്ട് പറയാവുന്ന വാക്കാണ്. എന്താണെന്നറിയോ? അയാൾ ഹൃദയത്തിൽ കണ്ണുള്ള മനുഷ്യനാണ്. പാതിരാവിലിരുന്ന് തൻ്റേതല്ലാത്ത ഒരു ജോലി, ഒരു കാര്യമില്ല, അയാൾക്കതിൻ്റെ യാതൊരു ചുമതലയുമില്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ. നമ്മുടെ ഓരോ ഗ്രാമങ്ങളിൽ ഒരു മാഷുണ്ടാവും. ആ ഗ്രാമത്തിൻ്റെ അപ്പുറത്ത് ആ മാഷെ ആരും അറിയില്ല, ശരിയല്ലേ? ആ ഗ്രാമത്തിൻ്റെ അപ്പുറത്ത് ആ വാസു മാഷെ, അല്ലെങ്കിൽ ആ ദാമോദരൻ മാഷെ, ആ ഇബ്രാഹിം മാഷെ, ആ ഗ്രാമത്തിൻ്റെ അപ്പുറത്ത് ഒരാളും അറിയില്ല. പക്ഷെ ആ ഗ്രാമത്തിൻ്റെ ജീവനാഡിയായിരിക്കും ആ മാഷ്. അവിടുത്തെ വായനശാലയും അവിടുത്തെ പാർട്ടിയും അവിടുത്തെ പള്ളിയും അവിടുത്തെ അമ്പലവും ഇതിൻ്റെയൊക്കെ എല്ലാ കാര്യങ്ങളിലും മുന്നിലുണ്ടാകുന്നൊരു മാഷുണ്ട്. വെള്ളയെടുത്തൊരു മാഷുണ്ട്. അതുപോലൊരു മാഷായിട്ട് മാറിയ ഈ മനുഷ്യൻ്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് അയാൾ പറയുകയാണ്, എന്താ? ഹൃദയത്തിൽ കണ്ണുള്ള മനുഷ്യനാണ്. ഹൃദയത്തിൽ കണ്ണുണ്ടാകുമ്പോൾ എന്താ ചെയ്യാന്നറിയോ? ഹൃദയം കൊണ്ട് കാണും.
അതിന് പറയുന്ന വാക്കാണ് ഇംഗ്ലീഷിൽ എംപതി എന്ന് പറയും, മലയാളത്തിൽ കരുണ. ഫെമി ഒത്തഡോള എന്ന് പറഞ്ഞിട്ട് ആഫ്രിക്കയിലൊരു വലിയ പൈസക്കാരനുണ്ട്. അദ്ദേഹവുമായിട്ട് നടത്തിയൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കും കേട്ടോ. അദ്ദേഹവുമായിട്ടൊരു TV-യിൽ നടന്നൊരു ഇൻ്റർവ്യൂ ആണ്. ഒക്കെ മനസ്സിൽ ഓർമ്മ വന്നിട്ടുണ്ടാവും. പക്ഷെ അദ്ദേഹം പറഞ്ഞ മൊമെൻ്റ് ഏതാണെന്നറിയോ? ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത മൊമെൻ്റ്. അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് എന്നിട്ട് പറഞ്ഞു, കാലുകൊണ്ട് വയ്യാത്ത കുറേ ആളുകളുണ്ട്, അവർക്ക് വീൽ ചെയർ വേണം, 120 വീൽ ചെയർ വേണം പറഞ്ഞു. നീ അത് തരണം എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ കൊടുക്കാമെന്നും പറഞ്ഞു. പക്ഷെ അവൻ എന്നോട് പറഞ്ഞു, അത് വിതരണം ചെയ്യുന്ന ചടങ്ങിൽ നീ വരണം, പ്രോഗ്രാമിൽ വരണം പറഞ്ഞു. ഞാൻ ആദ്യം മടിച്ചു. അവൻ നിർബന്ധിച്ചപ്പോൾ ഞാൻ പോയി. അങ്ങനെ കുറേ ആൾക്ക് വീൽ ചെയർ കൊടുക്കുന്നു. സ്റ്റേജിലേക്ക് ഇങ്ങനെ കാലുകൊണ്ട് വയ്യാത്ത ആളുകൾ വരും, അവർക്ക് വീൽ ചെയർ കൊടുക്കും. ആ വീൽ ചെയറിൽ കയറിയിട്ട് അവരിങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ആ വീൽ ചെയർ കിട്ടിയ മുഴുവൻ ആളുകളും ആ സ്ഥാപനത്തിൻ്റെ മുറ്റത്തിങ്ങനെ പറന്ന് നടക്കുന്നത് കണ്ടപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോരുക. എല്ലാവരോടും യാത്ര പറഞ്ഞ് തിരിച്ചു പോരുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷമുണ്ടായി. ആ കൂട്ടത്തിൽ നിന്നൊരു കുട്ടി ഇങ്ങനെ വന്നിട്ട് ഇയാളുടെ കാലിനടുത്ത് ഇങ്ങനെ വന്നിട്ട് കാലിലിങ്ങനെ തൊട്ട് ഇയാളെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കും. അപ്പോൾ ഇയാൾ ചോദിച്ചു, എന്താ മോളെ ഇങ്ങനെ നോക്കുന്നത്? അപ്പോൾ അവൾ പറഞ്ഞു, പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഈ മുഖം ഓർമ്മിക്കാനാണ്. മറക്കൂല, ആയുസ്സുള്ളത്രയും കാലം മറക്കൂല. ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഇനി ഈ മുഖം എൻ്റെ മനസ്സിൽ ഓർമ്മ വരും. വേറെ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയിൽ നമ്മുടെ പേരുയരുക എന്ന് പറയുന്ന അത്രയും വലിയ സമ്പാദ്യം ഈ ലോകത്ത് വേറെ കിട്ടാനില്ല. നിങ്ങൾ സക്കാത്ത് എന്ന് കേട്ടില്ലേ? സക്കാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരംശം മറ്റുള്ളവർക്ക് കൊടുക്കണം. അത് നമ്മുടേതല്ല. ക്രിസ്ത്യാനിറ്റിയിൽ ഇതിന് ദശാംശം എന്നല്ലേ പറയാം അല്ലേ? ദശാംശം എന്ന് പറഞ്ഞാൽ 100-1. ഹൈന്ദവ ധർമ്മത്തിലും ധർമ്മം, ദാനം എന്നൊക്കെ തന്നെ പറയാം. ഇസ്ലാമിൽ സക്കാത്ത് എന്ന് പറയും. ഇസ്ലാമിൽ വേണ്ടത് എനിക്ക് എൻ്റെ സമ്പാദ്യത്തിലെ 2.5%, എൻ്റെ സമ്പാദ്യത്തിൻ്റെ 2.5% എൻ്റേതല്ല. അതാണ് സക്കാത്ത്. അത് മറ്റുള്ളവരുടേതാ. 2.5% എന്ന് പറഞ്ഞാൽ ഒരു കക്കരി 4 ഒരു കക്കരിയെ 5 കഷ്ണമാക്കുക. ആ 5 കഷ്ണത്തിൽ നിന്ന് ഒരു കഷ്ണത്തെ വീണ്ടും 3-4 കഷ്ണമാക്കുക. അതിൽ നിന്നൊരു കഷ്ണം, അത്രയേ ഉള്ളൂ. 2.5% എന്നൊക്കെ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. പക്ഷെ അതെൻ്റേതല്ല. ഇതാണ് സംഭവം. ഈ സക്കാത്തും ദാനധർമ്മവും പലിശയും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണെന്നറിയോ? ദാനം, ധർമ്മം, ദശാംശം, സക്കാത്ത് എന്നൊക്കെ പറഞ്ഞാൽ പൈസ ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് ഇല്ലാത്തവൻ്റെ കയ്യിലേക്ക് എത്തുക. പലിശ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇല്ലാത്തവൻ്റെ കയ്യിൽ നിന്ന് ഉള്ളവൻ്റെ കയ്യിലേക്ക് എത്തുക. അതുകൊണ്ടാണ് അത് സോഷ്യൽ ക്രൈമാണ് എന്ന് പറയുന്നത്. എൻ്റെ ചോദ്യം ഇതല്ല. ഇതെന്താണെന്നറിയോ? ഇത് ഈ പൈസക്കും സമ്പാദ്യത്തിനും മാത്രമേ ഉള്ളൂ സക്കാത്ത് ആണോ? ദശാംശം, ദാനം, ധർമ്മം നമ്മുടെ പൈസക്ക് മാത്രമേ ഉള്ളൂ. പൈസ എല്ലാവരുടെ കയ്യിലും ഇല്ലല്ലോ അല്ലേ? നമ്മുടെ സമയത്തിന് സക്കാത്തുണ്ട്, നമ്മുടെ സമയത്തിന് ദശാംശമുണ്ട്, നമ്മുടെ അറിവിന് ദശാംശമുണ്ട്, നമ്മുടെ ആരോഗ്യത്തിന് ദശാംശമുണ്ട്, നമ്മുടെ സമയത്തിന് ദശാംശമുണ്ട്, നമ്മുടെ എനർജിക്ക് ദശാംശമുണ്ട്. പൈസക്ക് മാത്രമല്ല. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം മമ്പാടാണ്. ഒരു ദിവസം മമ്പാട് കോളേജിലൊരു പ്രോഗ്രാമിന് പോയപ്പോൾ വഴിയിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടു. സുഹൃത്താകുന്നത് പിന്നീടാണ്. ഞാൻ അദ്ദേഹത്തെ അവിടെ വെച്ച് കണ്ടു വഴിയിൽ. അദ്ദേഹത്തിൻ്റെ ബൈക്കിൽ ഒരു കുട്ടിയുണ്ട്, ഒരു ആൺകുട്ടി. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മോനാണോ? അല്ല, ഇവനെ സ്കൂളിൽ വിടാൻ പോവാണ് എന്ന് പറഞ്ഞു. മോനൊന്നല്ല,
അപ്പോൾ കുടുംബക്കാരാരെങ്കിലും ഒക്കെ ആയിരിക്കുമെന്ന് തോന്നി. അപ്പോൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞു, പ്രോഗ്രാം കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്കൊന്ന് വരുമോ? ഞാൻ എന്തായാലും വരാം, കോളേജിൻ്റെ തൊട്ടടുത്താണെന്ന് പറഞ്ഞു. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് ഫാൻ ഇട്ട് തന്ന്. അപ്പം നമ്മളവരോട് അസ്സലാമു അലൈക്കും പറഞ്ഞു, അവരെ അഡ്രസ്സ് ചെയ്തു, അസ്സലാമു അലൈക്കും. അപ്പോൾ സാധാരണ തിരിച്ചു പറയണം, വാലൈക്കും അസ്സലാം എന്ന് പറയണം. കേട്ടില്ലേ? അസ്സലാമു അലൈക്കും പറഞ്ഞാൽ പീസ് അപ്പോൺ യു എന്നാണ്, അത്രയേ ഉള്ളൂ. അപ്പം തിരിച്ചു അതേപോലെ പറയണം. പക്ഷെ അവർ പറഞ്ഞില്ല. അവരിങ്ങനെ നോക്കിയിട്ട് ചിരിക്കുക മാത്രം ചെയ്തു. അപ്പം എനിക്കെന്തോ ഒരു വിഷമം തോന്നി. എനിക്ക് വിഷമം തോന്നിയെന്ന് ഇയാൾക്ക് മനസ്സിലായി, എൻ്റെ ഈ സുഹൃത്തിന് മനസ്സിലായി. അപ്പം അദ്ദേഹം പറഞ്ഞു, ഒന്നും വിചാരിക്കരുത് കേട്ടോ, അവർക്ക് സലാം വീട്ടാൻ പറ്റാത്തത് അവർക്ക് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. അപ്പം ഞാൻ ചോദിച്ചത് ആരാ? എൻ്റെ ഭാര്യയുടെ അനിയത്തിയാ. അവരെ വിരുന്ന് വന്നാണോ? അല്ല, അവരിവിടെയാണ്. എന്നിട്ട് അദ്ദേഹം എന്നോട് ഒരു കഥ പറഞ്ഞു. ഈ ഭാര്യയുടെ അനിയത്തിക്ക് മിണ്ടാൻ കഴിയില്ല, സംസാരിക്കാൻ കഴിയില്ല. അവരുടെ ഭർത്താവിനും സംസാരിക്കാൻ കഴിയില്ല. അവർക്കൊരു മോളുണ്ട്, ആ മോൾക്കും സംസാരിക്കാൻ കഴിയില്ല. അവർക്കൊരു മോനുണ്ട്, അവന് സംസാരിക്കാൻ കഴിയും, പക്ഷെ അവന് സംസാരിക്കാൻ ആരുമില്ല. കോവിഡ് വന്നതോടുകൂടി ഗ്രൗണ്ടില്ല, അങ്ങാടിയില്ല, സ്കൂളില്ല, ഒന്നുമില്ല. ഈ കുട്ടി പതുക്കെ വിഷാദത്തിലേക്ക് പോകാൻ തുടങ്ങി. ഇവർ ഡോക്ടറെ കാണിച്ചു, അതൊരു സൈക്കോളജിസ്റ്റിനൊക്കെ പോയിട്ട് കാണിച്ചു. അതാരറിഞ്ഞു? നമ്മുടെ ഈ സുഹൃത്ത് അറിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എവിടെയും പോകണ്ട, എൻ്റെ വീട്ടിലേക്ക് വരൂ, ഇവിടെ സംസാരിക്കാൻ ഞങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് ഇനി ഇവിടെ താമസിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്നിട്ടേ 1.5 കൊല്ലായി. ഈ വീട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? 2 ചെറിയ മുറികളുള്ള ഒരു ചെറിയ വീട്. അതൊരു രാഷ്ട്രീയ പാർട്ടി കയറ്റി കൊടുത്തൊരു വീട്. ഈ ആളില്ലേ, കയ്യും കാലും ഇല്ലാത്തൊരു മനുഷ്യനാണ്. കയ്യുമില്ല കാലുമില്ല അയാൾക്ക്. നേരത്തെ കണ്ട വണ്ടിയില്ലേ, വീൽ ചെയറിൻ്റെ വണ്ടിയാ, അതിൽ കയറ്റിയിട്ടാണ് ആ ആൺകുട്ടിയെയുമായിട്ടാണ് ഇദ്ദേഹം ഇങ്ങോട്ട് വീണേ. അവനെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിരുന്നു അവരെ പോകുന്നത്. അവിടെ വെച്ചാണ് നമ്മൾ അവരെ കാണുന്നത്. കയ്യും കാലും ഇല്ലാത്തൊരു മനുഷ്യൻ വെറും 2 മുറികളുള്ള ഒരു കുഞ്ഞു വീട്ടിലേക്ക് ഒരു ഫാമിലിയായി ഇങ്ങനെ മാടി വിളിച്ചതിൻ്റെ പേരാണ് കരുണ. എന്താ സക്കാത്ത് എന്ന് പറഞ്ഞാൽ? എന്താണ് ദശാംശം എന്ന് പറഞ്ഞാൽ? അദ്ദേഹം ചെയ്തതും അതാണ്. മനസ്സിലായില്ലേ? നമുക്ക് എന്താണോ ഉള്ളത് അതിൽ നിന്നിങ്ങനെ പകുത്തു കൊടുക്കുന്നതിൻ്റെ പേരാണ്. ഇതുണ്ടോ? പിന്നെ അതിൽ വാട്ടർ ബോട്ടിലില്ലേ, ഒരു 5 വാട്ടർ ബോട്ടിൽ വരും. ഒരു PT മാഷ് ഒരു സ്കൂളിൽ നിന്ന് കുട്ടികളോട് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇവിടെ കുറേ കുട്ടികൾ ഇരിക്കുന്നതുകൊണ്ട് പറയും. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായൊരു സംഭവമുണ്ട്. ഞങ്ങൾ വീട്ടിൽ 4 ആൺകുട്ടികളായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യമായിട്ടൊരാൾ SSLC ജയിക്കുന്നത്, അല്ല, നല്ല മാർക്കോട് കൂടി ജയിച്ചത് എൻ്റെ കാക്കയായിരുന്നു. ആദ്യമായിട്ട് നല്ല മാർക്കിൽ ജയിച്ച്, അതുകൊണ്ട് അവനെ തിരൂരങ്ങാടി എന്ന് പറഞ്ഞൊരു നാട്ടിൽ കോളേജിൽ കൊണ്ടുപോയി ചേർത്ത്. അന്ന് നമ്മുടെ വീട്ടിൽ നല്ല ദാരിദ്ര്യമുള്ളൊരു സമയമായിരുന്നു. അതുകൊണ്ട് ഫീസ് കൊടുത്ത് പഠിപ്പിക്കാനൊന്നും ഉപ്പാനെ കൊണ്ട് കഴിയില്ലായിരുന്നു. പക്ഷേ തിരൂരങ്ങാടിയിൽ അവനെ കൊണ്ടാക്കിയത് കൊണ്ട് എന്ത് സംഭവിച്ചു എന്നറിയോ? തിരൂരങ്ങാടിയിൽ PSMO എന്ന് പറഞ്ഞ വലിയൊരു കോളേജുണ്ട്. ആ കോളേജിലെ ലൈബ്രറിയനായിട്ടുള്ള ഒരാളുണ്ട്. അദ്ദേഹം എൻ്റെ ഉമ്മയുടെ കസിനായിരുന്നു. അദ്ദേഹത്തിന് മക്കളില്ല. ഞങ്ങൾ കാക്കു എന്ന് വിളിക്കുക. കാക്കു അമ്മായിയാണ്. ഇവർക്ക് മക്കളില്ലാത്തത് കൊണ്ട് അവർ ഇവനെ ഒരു മകനായിട്ട് അങ്ങോട്ട് സ്വീകരിച്ച് അവന് വേണ്ടതെല്ലാം പിന്നെ ഇവരാ ചെയ്തു കൊടുക്കുന്നത്. അവന് ബസ്സിനുള്ള പൈസ അടക്കം, അവൻ്റെ വസ്ത്രമാവട്ടെ, പുസ്തകങ്ങളാവട്ടെ, വാച്ചാവട്ടെ, ചെരുപ്പാവട്ടെ, ഒക്കെ അവരാണ് വാങ്ങിക്കൊടുക്കുക. അവന് പിന്നെ റാങ്കോട് കൂടിയാണ് വിജയിച്ചത്. അവൻ കോളേജിൽ പോയി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ്, അവനെ അദ്ദേഹം മെൻറ്ററിങ് ചെയ്തു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതം മാറിയത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ കാരണമാണ്. അദ്ദേഹം അങ്ങനെ അവൻ്റെ കൂടെ നിന്നില്ലായിരുന്നെങ്കിൽ അവൻ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോരുമായിരുന്നു. ഈ അടുത്ത നാട്ടിലേക്ക് പോയപ്പോഴേ നമ്മുടെ വണ്ടിയുടെ മുന്നിലേക്ക് ഒരാൾ വന്ന് വീണ്. വണ്ടി ഇറങ്ങി നോക്കിയപ്പോൾ ആരാന്നറിയോ? കുട്ടിക്കാലത്ത് എൻ്റെ ഏറ്റവും അടുത്ത ചങ്ങാതിമാരിൽ ഒരാളാണ്. എടാ, അവൻ എന്നെ മനസ്സിലാവണില്ല. കാരണം അവൻ സ്വബോധത്തിലല്ല, 2 കാലിലല്ല 4 കാലിലൊന്നും അല്ല അവൻ നിൽക്കണേ. അപ്പൻ്റെ മനസ്സിൽ ഓർമ്മ വന്നതാ, ആ മനുഷ്യൻ എങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ
ഞാൻ ഇവൻ്റെ ബാക്കിലുണ്ടാവും. നിങ്ങളുടെ വീട്ടിലേക്ക് ജോലിക്ക് വരുന്ന ഒരു ചേച്ചിയുടെയോ താത്തയുടെയോ കുട്ടിക്ക് നിങ്ങൾ കൊടുക്കുന്ന സയൻസിൻ്റെയോ മാത്സിൻ്റെയോ ഒരു ട്യൂഷൻ മതിയാകും ആ കുട്ടിയുടേത് മാത്രമല്ല ആ കുടുംബത്തിൻ്റെ ജീവിതം മാറാൻ. മനസ്സിലായില്ലേ? എടാ, നിങ്ങൾക്കറിയുന്ന നിങ്ങളുടെ ഫാമിലിയിലോ കുടുംബത്തിലുള്ള ഒരൊറ്റ കുട്ടിക്ക് നിങ്ങൾ കൊടുക്കുന്നൊരു ട്യൂഷൻ മതിയാവും. അപ്പോഴാണ് ശരിക്കും A+ കിട്ടുക. ഒരു മാഷ് ഒരിക്കൽ പിന്നെ ഒരു മാഷാണ് കേട്ടോ. അപ്പോൾ കുട്ടികളെല്ലാവരും മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് വീട്ടിയുടെ പീരീഡാ. മാഷ് കുട്ടികൾക്ക് പറഞ്ഞെടുത്തു. കുട്ടികളിങ്ങനെ വരിയായിട്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഒരു സാധനം ഇങ്ങനെ വെച്ചിട്ട്, ഇത് നിങ്ങളുടെ ലക്ഷ്യമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ആയുസ്സിൽ നേടിയെടുക്കാനുള്ള ലക്ഷ്യം. പഠിച്ച് അറിഞ്ഞ് പരീക്ഷ എഴുതി മാർക്ക് നേടി നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള ലക്ഷ്യം. എന്നിട്ട് കുട്ടികൾ ഇങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു, അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുള്ള, അച്ഛനും അമ്മയ്ക്കും ജോലിയുള്ള, സ്വന്തമായി വീടും വരുമാനവുമുള്ള, എല്ലാ ദിവസവും സുഭിക്ഷമായി ഭക്ഷണം കിട്ടുന്ന, മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാനൊരു നല്ല വീടുള്ള കുട്ടികൾ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചു. അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട്, വരുമാനമുണ്ട്, ഒരു പ്രശ്നമില്ല. കുറച്ച് കുട്ടികൾ ഇങ്ങനെ മുന്നോട്ട് വന്നു. മാഷ് അവരോടെല്ലാവരോടും പറഞ്ഞു, ഇങ്ങനെ ആ ലക്ഷ്യത്തിൻ്റെ തൊട്ട് പിറകിൽ നിൽക്കാൻ. പിന്നെ മാഷ് കുട്ടികളോട് ചോദിച്ചു, അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ലാത്ത എത്ര പേരുണ്ട്? അച്ഛനോ അമ്മയോ ജീവിച്ചിരിപ്പില്ലാത്ത എത്ര പേരുണ്ട് എന്ന് ചോദിച്ചു. കുറച്ച് കുട്ടികൾ ഇങ്ങനെ വന്നു. അവരോട് കുറച്ചുകൂടെ പിറകിൽ ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞു. സ്വന്തമായൊരു വീടില്ലാത്ത എത്ര കുട്ടികളുണ്ട് എന്ന് ചോദിച്ചു. വാടക വീട്ടിൽ താമസിക്കേണ്ടി വരുന്ന എത്ര കുട്ടികളുണ്ട് എന്ന് ചോദിച്ചു. ഒരു ദിവസം അച്ഛനോ അമ്മയോ ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ പട്ടിണിയാകുന്ന വീടുകൾ എത്ര ഉണ്ട് എന്ന് ചോദിച്ചു. കുട്ടികൾ ഇങ്ങനെ വരാൻ തുടങ്ങി. ആ കുട്ടികളോടൊക്കെ ഇങ്ങനെ പിറകിൽ നിൽക്കാൻ തുടങ്ങി. വായിക്കാനൊരു നല്ല ടേബിൾ പോലും ഇല്ലാത്ത എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചു. അവരും വന്നു. ഇങ്ങനെ ഓരോ കുട്ടികളും ഇങ്ങനെ പിറകിലായി ഇങ്ങനെ നിർത്തി. എന്നിട്ട് മാഷ് പറഞ്ഞെടുത്തു, എടാ, ഇവന് ഈ ലക്ഷ്യം നേടാൻ ഒരു മനസ്സുണ്ടായാൽ മതി. അവനൊരു തടസ്സമില്ല, അവൻ്റെ മനസ്സുണ്ടായാൽ മതി. അവൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അവനൊരു തടസ്സമില്ല, അവനൊരു പ്രയാസമില്ല, അവൻ്റെ മനസ്സിന് അസ്വസ്ഥമായ ഒരു കാര്യമില്ല. ഇവൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? വായിച്ചിരിക്കാനൊരു ടേബിളാണ്. ഇവൻ്റെ പ്രശ്നം ഒരു പക്ഷേ കിനാവ് കാണുന്നത് പുതുതായി ഇറങ്ങിയ ഏറ്റവും നല്ല ബൈക്കായിരിക്കും, ഏറ്റവും നല്ല മൊബൈൽ ഫോണായിരിക്കും. പക്ഷെ ഇവൻ്റെ പ്രശ്നം, ഇവളുടെ പ്രശ്നം അതല്ല. സ്വസ്ഥമായി ഒന്ന് കിടന്നുറങ്ങാനൊരു നല്ല ബെഡായിരിക്കും, വായിച്ചിരിക്കാനൊരു നല്ല മേശയായിരിക്കും. എന്നിട്ട് മാഷ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, ഇവനെ പോലെയല്ല ഇവൻ, ഇവളെ പോലെയല്ല ഇവള്, ഇവളെയും പോലെയല്ല ഇവള്. ഇതിന്റെ പിറകിൽ ഇനിയും വരാനിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവിടെ മാഷ് പറഞ്ഞു കൊടുത്തു. ഇവനോടും പറഞ്ഞു മുന്നോട്ട് മാത്രം നോക്കിയാൽ പോരാ കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് പിറകിലേക്ക് ഇങ്ങനെ നോക്കണം. ജയിച്ച് പോകുന്നതിനിടയിൽ ഒരൊറ്റ മനുഷ്യനെയെങ്കിലും നിങ്ങൾ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം. നിങ്ങളെ ഒരിക്കലും മറക്കാത്തൊരു മനുഷ്യനെയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. പ്രാർത്ഥിക്കുന്ന നേരത്ത് നിങ്ങളുടെ പേരുയരുന്ന മനുഷ്യരെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. 9 എന്ന സംഖ്യ 8 എന്ന സംഖ്യയെ അടിച്ച ഒരു സ്റ്റോറി ഉണ്ട്. അപ്പൊ 8 ചോദിച്ചു, നീ എന്തിനാ എന്നെ അടിച്ച്? 9 പറഞ്ഞു, നീ എന്നെക്കാൾ ദുർബലനായതുകൊണ്ട്. എൻ്റെ അത്ര ശക്തി നിനക്കില്ലല്ലോ, നീ 8 അല്ലേ, ഞാൻ 9 അല്ലേ. ആണോ? എന്നാ ഞാനും അടിക്കും. ആരെ? 7 അടിക്കും. 8 7 അടിച്ചു, 7 6 അടിച്ചു, 6 5 അടിച്ചു, 5 4 അടിച്ചു, 4 നിശ്ചയമായും 3 അടിച്ചു, 3 2 അടിച്ചു, 2 1 അടിച്ചു. 1 ഇങ്ങനെ അടിക്കാൻ നോക്കുമ്പോൾ അവിടെ ഒരു 0 മാത്രമേ ഉള്ളൂ. പാവം, അടിക്കാനൊന്നും തോന്നിയില്ല, അതിനെ അടിക്കാനൊന്നും തോന്നിയില്ല. അതിൽ 1 പറഞ്ഞ എന്താണെന്നറിയോ? നീ ഇങ്ങോട്ട് വാ, ഞാൻ നിന്നെ അടിക്കുന്നില്ല, നീ ഇങ്ങോട്ട് വാ. 0 മെല്ലെ ഇങ്ങനെ അടുത്തേക്ക് വന്ന് നിന്ന നിമിഷം 1 ഇങ്ങനെ തോളിൽ കൈയിട്ടു. ആ നിമിഷം അവരെ 2 പേരെയും ലോകം വിളിച്ചത് 10 എന്ന്. പൂജ്യത്തിന് മാത്രമാണ് വില കൂടി ആണോ? 1 വില കൂടിയില്ലേ? ഇതുപോലെ
ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മഹാഭാരതത്തിൽ ഭീഷ്മർ പറയുന്നൊരു വാക്കുണ്ട്, മുഹൂർത്തം ജ്വലിതം ശ്രേയ ന ച ധൂമായിതം ചിരം. അർത്ഥം പറയണ, അതിന് മുമ്പൊരു കാര്യം ചെയ്യേണ്ടത്, ഇത് റൂമി എന്ന ലോകം കണ്ട ഏറ്റവും വലിയ മഹാപ്രതിഭകളിൽ ഒരാള് അദ്ദേഹത്തിൻ്റെ ആയുസ്സിൽ എഴുതിയ ഏറ്റവും ഗംഭീരമായ പുസ്തകങ്ങളിലൊരു പുസ്തകമാണ്. അപ്പോൾ ഇതിൻ്റെ മലയാള പരിഭാഷയാണ്. ഇതെനിക്ക് ആതിരക്ക് കൊടുക്കണം. ഞാൻ കൊടുക്കട്ടെ? അർത്ഥം എന്താണെന്നറിയോ? മുഹൂർത്തം ജ്വലിതം ശ്രേയ ന ച ധൂമായിതം ചിരം. കാലാകാലവും നീറിക്കൊണ്ടിരിക്കലല്ല മഹത്വം. മഹത്വം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ നിമിഷമെങ്കിൽ ഒരൊറ്റ നിമിഷം ആളിക്കത്തുന്നതിൻ്റെ പേരാണ്. താങ്ക് യു.